ഞങ്ങൾ വേറെ ടീം നിങ്ങൾ വേറെ ടീം എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട ഒരു പരിപാടിയല്ല മാർക്കറ്റിംഗ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നാൽ തന്നെ അത് അതിൽ പ്രശ്നങ്ങളായി തുടങ്ങും. ക്ലയൻറ്റ് ബ്രീഫ് എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റർ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എടുത്ത് ഒരു പ്രോപ്പർ ക്ലയൻറ്റ് ബ്രീഫ് എങ്ങനെ എടുക്കണം എന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് മാർക്കറ്ററെ സംബന്ധിച്ചിട്ട്. ഇനിയിപ്പോൾ ഒരു ക്ലയൻറ്റ് സൈഡിനെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് മാനേജേഴ്സ് അവരെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് എപ്പോഴും ബ്രീഫ് വേണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഏജൻസികളും അതുപോലെ തന്നെ ഈ ബ്രാൻഡ്സും തമ്മിലുള്ള ഒരു പല ഇതുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർ ബ്രീഫിംഗ് ഇല്ലാത്തത് തന്നെയാണ്. ഇപ്പോൾ ഏജൻസികൾക്ക് ഏജൻസികളുടേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, വർക്ക് ചെയ്യുന്നതിനൊക്കെ നമ്മളൊരു ക്ലയൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇതെല്ലാം പഠിക്കണം, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. പക്ഷേ ക്ലയൻറ്റ് പൊതുവേ ബ്രീഫ്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബൽ ബ്രീഫിൽ നമുക്ക് ഇങ്ങനെ വരണം എന്നുള്ള രീതിയിലേ ഉള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചും കൂടെ നമുക്ക് എത്രയും നല്ല ബ്രീഫ് നമുക്ക് കിട്ടുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും.